ഇപ്പോഴത്തെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ? ഞാൻ കൂടി വരണ ബാക്കിലിരിക്കുന്ന തക്കാളിനെ എനിക്കറിയാട്ടാ. ഇതെന്താ കാന്താരി പച്ചമുളക്. നമ്മള് ചോറ് പോവാണ്. ഇന്നലെ ഉറങ്ങാത്തോണ്ടാന്ന്. ബട്ടർഫ്ലൈ ഇത് രാത്രിയാവും കഴിക്കാൻ പഞ്ഞിരുന്നു. ഇതാണോ? വീണ്ടും ഞാൻ ചോറാക്കി. ഞാൻ ചോറാക്കി പിന്നെ രാത്രി. ഹലോ, എല്ലാവർക്കും സുമിസ് ഹെവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണ്. നവ്യൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. നവ്യ ബിരിയാണി ഉണ്ടാക്കുവാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നവ്യൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ചിന്ന വർക്കിണം നല്ല ബ്രൈറ്റ് വരും. ഉണ്ട് ഡാർക്ക്നെസ് കണ്ട. ഞാനന്ന് ഗ്ലാമർ. നവ്യ ബിരിയാണി ഉണ്ടാക്കും. ഇതാണ് നവ്യന്റെ ഉറി. ഉറി എന്നല്ലേ പറയാ? അല്ലേനു സാധനം വാങ്ങുമ്പോ ബാക്കി കിട്ടുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ നിരത്തി എപ്പോ സാധനം വാങ്ങുന്നത് കൊറേ ഉണ്ടായി. അപ്പൊ വിചാരിച്ചു ഇങ്ങനത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് ആക്കണം. കുറച്ചും കൂടി കയറണോ? കുറച്ചും കൂടി കയറിക്കട്ടോ. ഇപ്പോഴത്തെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ? അല്ലേ? ഉണ്ടാവില്ലല്ലോ. ഏതെങ്കിലും വീട്ടിലുണ്ട്? ഉണ്ടാവില്ല. നവ്യ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉറി. ഇങ്ങനെ കുറേ എന്തെല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇനി ഒരിക്കൽ പോകുമ്പോൾ എടുക്കാം. ഇത് അപ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി സാലഡ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പോവുകയാണ്. ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി. എങ്ങനെയുണ്ട് ചിന്ന ബിരിയാണി നവ്യന്റെ? അയ്യോ, എന്നോട് ആദ്യം ചോദിക്കണം. ഞാൻ 2 മാസം ഒന്ന് സ്കൂട്ടി എടുത്ത് ഒന്നെന്റെ വർക്കിന്റെ സാറ് ആവുന്നുണ്ടോ ചോദിച്ചു. അത് സ്കൂട്ടി എടുത്തിട്ടാണ് കുട്ടി വന്നത് ഇന്ന്. അതുകൊണ്ടുള്ള ടെൻഷനേ ഇല്ല. കുറേ നാളുകൾക്ക് ശേഷം 1 വർഷമായി നീ എടുക്കാതെ. 1.5 വർഷമായി അല്ലേ? 1.5 വർഷമായി സ്കൂട്ടി എടുക്കാതെ. ഇത് നവ്യന്റെ വീട്ടിലത്തെ ബിരിയാണി അല്ലേ? നമ്മള് ജസ്റ്റ് അതല്ലേ നവ്യോട് ചോദിക്കാതെ. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലേ? നമ്മള് ഫുഡ് കഴിച്ചു കാണുന്നുണ്ടോ ആർക്കറിയാം. വെള്ളം കല മുഷൂനെ പെട്ടിനി പറഞ്ഞേ. അതാണ് കൊണ്ടിട്ടുണ്ടാവുക. അതെ. അത് നീ അങ്ങനെ ചിന്നു പോവാൻ നോക്കുകയാണ് കേട്ടോ. ഈ ഒരു പൂ നോക്കിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് രുചിയാട്ടം വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ചിന്നു പോവാൻ നോക്കുവാണ്. നോക്കുവാണ്. നീളം ഇല്ല. ഞാൻ കൂടി വരണ ബാക്കിലിരിക്കുന്ന
അവൾക്ക് 2 വീലറൊക്കെ ഓടിക്കാൻ അറിയാട്ടെ. അതുപോലെ തന്നെ 4 വീലർ ആണെങ്കിൽ നിജേട്ടൻ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവൾ എടുക്കാറുണ്ട്. പിന്നെ ഇതാ അവൾ ഓഫീസിൽ പോകുമ്പം എടുക്കാറുള്ളതാ. ഇപ്പോൾ പിന്നെ 1.5 വർഷത്തോളം അവൾ അങ്ങനെ ഓഫീസിൽ പോവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എടുക്കാത്തത് കൊണ്ടുള്ള ഒരു പേടിയാണ് ഇപ്പം. മോള് അംഗനവാടിയിൽ പഠിക്കുന്ന സമയത്ത് കുട്ടീനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോവാണ്ട് നിന്നതാട്ടോ ഓഫീസിൽ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു വർക്ക് ഉണ്ടായത്. ഈ ജംഗ്ഷൻ പാലക്കാട് ബായ് ബായ്. വണ്ടി എത്ര വെയിറ്റ് വേണ്ട. പിന്നെ ഇതെല്ലാം പോപ്പി അല്ലേ പറയാ. ചെടി എടുക്കുന്നു. ചെടി ഇവിടെ കുറെ ചെടി ഉള്ളത് കൊണ്ട് ചെടി പറിക്കുന്നു അല്ലേ നവ്യ? അങ്ങനെ ചിന്നു പോയതിന് ശേഷം നമ്മൾ ചെടി പറിക്കുകയാണ്. മയക്കും കൂടി ഇവിടുത്തെ ചെടിയെല്ലാം അങ്ങ് കൊണ്ടുപോകുന്നു. സോറി, ചെടി പറിക്കുകയല്ല, ചെടീൻ്റെ കൊമ്പ് പൊട്ടിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. അതാണ് കേട്ടാ, മാറിപ്പോയത്. 10 മണി കൊമ്പ് എടുക്കാൻ പറ്റിയ മാത്രം എടുത്താൽ മതിയാ. ഒന്നിന് വേനയാക്ക് അതിനായില്ല, അതിന് വേനയാവും. 10 മണി പോവാ. 4 ഇത് വേണ്ട. മറ്റേ റോസ് പോലെ തന്നെ മറ്റേ മഞ്ഞ, വെറും മഞ്ഞ കേട്ടോ. അത് പാലപ്പൂ പോലത്തെ സാധനമില്ലേടാ ചെടിയായിട്ട് വരുന്നത്. അയ്യോ ആകാശം ഫ്ലവറൊന്നും കാണുന്നില്ലല്ലോ. ഇതൊന്നും അറിയില്ലേ? മോളുന്നതായെന്നാ എടുത്ത് നോക്കട്ടെ. അങ്ങനെയുണ്ടാ? 2000 ഇനി എങ്ങനെ ഇടുവാ? ഫ്ലവർ അങ്ങ് ആകാശത്ത് നീ പൈസ കൊടുത്ത് വാങ്ങിച്ചത്? കാനായിട്ടൊന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന അമ്മ പൈസ കൊടുത്ത് വാങ്ങിയതാ, ഞാൻ അറിയില്ല. സാമ്പാറിന് ചട്ടി വാങ്ങാം. ഇതിന്റെ വെറൈറ്റീസ് ആണ് അത് ഉണ്ടാ. അതായത് അതിന്റെ വെറൈറ്റി. പിന്നെ ഇതിന്റെ വെറൈറ്റി തന്നെ ഇതും ബട്ടർഫ്ലൈ. ഇത് രാത്രി ആവുമ്പോ ഇതിങ്ങനെ നിൽക്കും. നല്ല രസം ഇത് രാത്രി കാണാൻ. ഇതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട്. അതിന് ഫ്ലവറും ഉണ്ടല്ലേ? ഫ്ലവർ ഉണ്ട്. രസമില്ലേ? ആ മഞ്ഞൾ അതെന്നെ ബാക്കിയോ? ഞാൻ ഇത്രയാ കൊണ്ടത്. ഇനി വേണം. ബട്ടർഫ്ലൈ ഇറങ്ങിയില്ല. വേറെ ഇറങ്ങുന്ന സാധനം പൊട്ടിക്കരുത്. ബാൾസമാ ഇത്? ബാൾസം അതെ, പോപ്പീന്റെ ടൈപ്പ്. പക്ഷെ പോപ്പിയല്ല. ഇതല്ലേ? ഇതാ ഇയല്ല. ഇത് മിഞ്ഞാങ്ങാറ്റം കൊണ്ടുവന്ന ഞാനൊക്കെ ഇന്ന് തന്നെയൊന്നും ആയിരിക്കൂല. ആടുന്ന് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന ആന്തൂറിയം. പച്ചക്കറി ഉണ്ടോ? ഇത് നമ്മുടെ തക്കാളിനെ എനിക്കറിയാട്ടാ. ഇതെന്താ കാന്താരി പച്ചമുളക്. പൊളിച്ച്. എനിക്കിതൊക്കെ അറിയാം. പണ്ട് നമ്മൾ നട്ടോണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് നമ്മുടെ തക്കാളി. പണ്ട് നമ്മളെ വീട്ടിൽ തക്കാളി ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായി. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തക്കാളി നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു. അതാണ്ട് എനിക്ക് തക്കാളിനൊക്കെ എനിക്ക് നല്ല പരിചയം. പച്ചമുളകും നമ്മൾ നടാറുണ്ടായിരുന്നു. ബീൻസ് അല്ലല്ലോ, പയറല്ലേ നമ്മളെടുത്തുണ്ടായേ? അതെ, അതാണ് കുട്ടികൾ. ഈ കളർ നോക്കിയിട്ട് കളർ നല്ലില്ലേ കാണേ അല്ലേ? പീച്ച് കളറാ. ആരാ വിളിക്കുന്നത്? ഇതെന്താ സാധനോ? ഇതെന്താ ചെടി? ഡെയ്സി എന്തെങ്കിലും പേരാ ഓർമ്മയില്ല. എന്തോ ഒരു പേരാ, ഡെയ്സി എന്തോ ആണ്. പഴയ ഫ്രിഡ്ജ് കണ്ടാ? ഫിഷ് ടാങ്ക് ആക്കി. അതിൻ്റെ അകത്ത് ഫിഷ് ഉണ്ട്, ഗപ്പിക്കുട്ടികളുണ്ട്. കുഞ്ഞു കപ്പ് പോലത്തെ ഇത് ഒന്നും വാങ്ങിച്ചാലോ? ചട്ടി ഇറക്കണം സുമി. എപ്പ വാങ്ങിക്കുക? വേണ്ടിട്ട് കൊറേ പറിച്ചിട്ട് റോസ് ആ വെള്ളമില്ലേ നല്ല മണം കഴുകാന്ന് വെച്ചിട്ട് 2 വട്ടാക്കിന്. പിന്നെ എനിക്ക് മടുത്തിട്ടാണ് ഇതൊക്കെ. വന്നിട്ടാ
ചെടിയെല്ലാം എടുത്താ കേട്ടാ ഈ ചെടിയെല്ലാം നോക്കാനാ വന്നേ കേട്ടാ രസമില്ലേ ഇത് കേട്ടോ ബഡ്ഡി ചെയ്തതല്ലേ നമ്മളിങ്ങോട്ട് പോയില്ല അത് പറിച്ചിട്ടില്ലേനോ? ഇല്ല താഴെ വന്നില്ല താഴെ അതൊന്നും മുറിക്കാനില്ലല്ലോ ഇത് വേറെ തന്നെയാന്ന് തോന്നുന്നു ഇതെല്ലാം നാടണ്ടേ ആലോചിച്ചിട്ടാന്ന് ക്ഷീണം വരും. ഇത് എപ്പോ പോകുന്നുണ്ടോ വരുതാ മഞ്ഞ റോസ്. ഇതൊന്നാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല ഇതൊന്നാന്ന്. കഴിഞ്ഞ കൊല്ലം കാര്യം പോയില്ല വരുന്നുണ്ട് മുട്ട്. എന്താത് കുത്തല്ലേ കുത്തല്ലേ ആ കുത്തി കാണാൻ വേണ്ടിട്ട്. ആ എടാ കുട്ടികളെ വേണ്ടടാ, വലുതിനാ വേണ്ടത്. എന്തിനാ കുട്ടികളാ? നാളെയും മറ്റന്നാളും കഴിക്കേണ്ട ഫുഡ് ഇതില്ല. ഇതാ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആഫ്രിക്കാരൻ വന്നിട്ട് ഇതിന്റെ ഇത് അയ്യോ അയ്യേ അവരെല്ലാം കുട്ടികളാണ്. ചെടിയൊക്കെ പൊട്ടിച്ച് മീനൊക്കെ എടുത്തതിന് ശേഷം ദാ വീട്ടിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പുൽക്കൂടൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നേട്ടാ. കുഞ്ഞു പുൽക്കൂട്. അതിന്റെ തുണി വാവ കടന്ന പോലെയാണ്. ഇവിടെ സെറ്റ് ആയിരിക്കില്ലേ? ആ ലൈറ്റ് ഉണ്ടാ? ലൈറ്റ് ഇങ്ങനെ വന്നാൽ അറിയാം. ഇതിന് 120 രൂപ. കളർ കൊടുത്ത് ഇതെനക്ക് തരുവാ തരുവാ? ഉറപ്പ്? ഞാൻ കൊണ്ടുപോവേ? ഉറപ്പാണോ? ആ എന്നാ ഞാൻ കൊണ്ടോട്ടെ. താങ്ക് യു. ആ ഭൂതാണോ? അതെയാ, ഇത് ഞാൻ കൊണ്ടുപോകും. ഞങ്ങള് പോവാൻ നോക്കുകയാണ്. ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചെടി ഇതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അകത്ത് വെച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ദേവ സ്കൂളിൽ പോയതുകൊണ്ടാണ് കേട്ടോ ദേവനെ കൂട്ടാതെ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.